النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم اوصل وبلغ المسألة بما فرضناه من قرآنك الكريم. هذه هدية واصلة ورحمة نازلة وبركة شاملة إلى حضرة نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين وإلى أرواح جميع مشايخنا وأساتذتنا كلهم أجمعين خاصة إلى أرواح الشيخ عمر القادر القدس الله سره العزيز. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. കാവ്യമായ അല്ലഫൽ അരീഫുൽ ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവും എന്ന ക്ലാസിന്റെ 8ാം ഭാഗത്തിലാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബിന്റെ പേരിൽ നാം ഒരുമിച്ച് കൂടുന്ന ഈ മജ്‌ലിസിനെ അവൻ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താക്കി സ്വീകരിക്കട്ടെ. ഇതിന്റെയൊക്കെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മളും കുടുംബത്തിലുമുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദാലിൽ തുടങ്ങുന്ന ഒരു ബൈത്താണ്. അതിൽ അല്പം വിശദീകരണം കൂടി നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. അതിനുശേഷം അടുത്ത ബൈത്തിലേക്ക് കടക്കാം. ذد عن القلب الهوى واترك من الأنزال ذا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഇതിന്റെ അർത്ഥം നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ശരീരത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യർ ഔലിയാക്കൾ അവരുടെ മുരീദിനോട് പറയുന്ന വാക്കുകളാണ്. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെ തൊട്ട് നിനക്ക് തടസ്സമാകുന്നത് എന്തോ അതൊക്കെ നീ ഉപേക്ഷിക്കുക. അത് നിന്റെ കുടുംബവും അതേപോലെ തന്നെ നിന്റെ അഹിബ്ബാറുകളും സ്നേഹിതന്മാരാണെങ്കിലും ശരി, അവരൊക്കെ നീ ഒഴിവാക്കി. നിന്റെ കൽബിനെ തൊട്ട് ഹവൻ നഫ്സിനെ അഥവാ ശരീരത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക. ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രവർത്തിച്ച് അങ്ങോട്ട് ജീവിച്ചു പോവുക എന്ന ആ സ്വഭാവത്തിനെ തൊട്ട് നിന്റെ കൽബിനെ നീ തടയിടുക. മാത്രമല്ല നീചരായ ആൾക്കാരുടെ വാലാകുന്നതിനെ തൊട്ട് നീ എന്താക്കുക, എപ്പോഴും സൂക്ഷിക്കുക. അത് നമ്മൾ പറഞ്ഞു. മഹാനവറുകൾ ഇഷാറത്താക്കിയത്
സൂചിപ്പിച്ചത് കള്ള ത്വരീഖത്തിലേക്കും വ്യാജ ശൈഖന്മാരിലേക്കും പോയി പെടുന്നതിന് തൊട്ട് തന്റെ മുരീദുകളെ, ഇത് പഠിക്കുന്ന ആളുകളെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്, എപ്പോഴും പേടിക്കണം. നമ്മൾ ചിന്തിക്കണം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു ഖസീദയാണെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിനോട് ഏറ്റവും യോജിച്ചതായിട്ട് അത് ഏറ്റവും നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മളെന്ന് പറഞ്ഞു ഇതിന്റെ അർത്ഥം വിശദമായിട്ട് എന്താണ് കുടുംബമൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ വിവരിച്ചു. അത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധേയമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം, ഈ ഖസീദയുടെ മുഅല്ലിഫായ ബഹുമാനപ്പെട്ട ഉമർ വലിയുള്ളാഹി അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, അദ്ദേഹവും ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നില്ല, കുട്ടികളുണ്ടായിരുന്നില്ല. അത് ഒന്നാമത്തെ ബൈത്തിന്റെ ഷറഹിൽ തന്നെ പറയുന്നുണ്ട്. അല്ലഫൽ അലിഫു എന്ന് നമ്മൾ വിവരിച്ചല്ലേ, അലിഫ് രചിച്ചു എന്ന് പറയുമ്പോൾ അവിടെ തങ്ങളുടെ പേര് പറയാതെ അലിഫ് രചിച്ചു എന്ന് പറയുന്നതിന്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന് അള്ളാഹുലേക്കാണ് അഹദായ അള്ളാഹു, കാരണം എല്ലാത്തിനും തൗഫീഖ് നൽകുന്ന അള്ളാഹുവാണ്. അപ്പോ ഇത് രചിക്കുവാനും എനിക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവാണ് എന്നുള്ള അർത്ഥത്തിൽ അലിഫ് എന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ തവാദുകളിലേക്ക്, അദ്ദേഹത്തിന്റെ ഞാൻ ഒന്നുമല്ല, വലിയൊരു വിവാദത്തുള്ള ആളൊന്നുമല്ല, ഒരു സാധാരണ ഒരാളാണ്, ഇത് രചിക്കാൻ മാത്രം അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് രചിക്കാനൊന്നും ഞാൻ അർഹതപ്പെട്ടവനല്ല, ഒരു ദഈഫായ ഒരാളാണ് രചിക്കുന്നത് എന്ന് അർത്ഥത്തിലേക്ക് അലിഫ് രചിച്ചു. ആ കൂട്ടത്തിൽ മഹാന്മാര് ഷാരിഹീങ്ങൾ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, എന്തും ആവാം. അലിഫ് എന്ന് പറഞ്ഞാൽ ഏകാന്തനായി, അലിഫിനെ കാണുമ്പോൾ തന്നെ ഒരു മിസ്കീനാണല്ലോ. എല്ലാ കൂട്ടത്തിലും എല്ലാ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ അലിഫ് നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു മിസ്കീനെ പോലെ, ആരേറ്റൊരു ബന്ധമില്ല, അങ്ങനത്തെ ആളാണ് അലിഫ്. അപ്പൊ കൂട്ടും കുടുംബവും ഭാര്യയൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ തേടി നടന്നിരുന്ന, അള്ളാന്റെ മഹബത്ത് മാത്രം ആഗ്രഹിച്ചിരുന്ന, അതിന് മറ്റതൊക്കെ തടസ്സമാവുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതൊക്കെ ഉപേക്ഷിച്ചത്. അങ്ങനെ വിലായത്തിന്റെ വലിയ മർത്തബത്തെയാണ്. അതുകൊണ്ടാണ് അലിഫ് എന്ന് സൂചിപ്പിച്ചത് എന്ന് മഹാന്മാർ പറയും. ഏതായാലും നമുക്കൊക്കെ തോന്നും അതൊക്കെ ഔലിയാക്കളുടെ ഒരു ലോകമാണല്ലോ, എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ തലമുണ്ടാക്കി ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും. പ്രവാസികളായിട്ട് നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് ഇവിടെ ജീവിക്കുന്ന നമ്മൾ പലർക്കും അനുഭവം ഉണ്ടാവും. ഉദാഹരണത്തിന്, ഇതൊക്കെ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഇബാദത്തിൽ മുഴുകാൻ സാധിക്കുന്നു. നമ്മള് 1-2 മാസങ്ങൾക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചെയ്തു വന്നിരുന്ന കൃത്യമായി ഖത്തം തീർത്തിരുന്ന സുഹൃത്തുക്കൾ, കൃത്യമായി തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന സുഹൃത്തുക്കൾ നാട്ടിൽ പോയി വരുമ്പോഴേക്കെന്തായി എല്ലാം നമ്മുടെ താറുമാറായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നമ്മൾ പലർക്കും അനുഭവമായി. അപ്പൊ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ അവരോട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് ഇതിലുള്ള ചിന്തകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമുക്ക് അനുഭവമാണ്. കൃത്യമായിട്ട് ഓരോ മാസവും ഓരോ ദിവസവും ജുസ് ഓതിയിട്ട് കൃത്യമായിട്ട് 30 ദിവസത്തിൽ ഒരു ഖത്തം തീർത്തിരുന്ന സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നാട്ടിൽ പോയ ആ ഒരു മാസം മുഖത്തേ ഉണ്ടായി. ഇനി ഓതാൻ തുടങ്ങിയാലും 1-2 ദിവസമായിട്ട് 2 മാസത്തിൽ അങ്ങനെ സമയം കിട്ടിയില്ല. കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇമാമം പോകണം, സാധനം വാങ്ങാൻ പോകണം, കല്യാണം, കുടിയിരിക്കല്, കുത്തിവീഴ്ത്തുന്ന, ഇങ്ങനെ നമ്മൾ നടക്കാം. സ്വന്തം കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല ആഹാരത്തിന്. അപ്പൊ ചെറിയൊരു സാമ്പിൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ വിട്ടു നിൽക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ മുഴുകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പ്രവാസികളായ നമുക്ക് എന്താക്കുന്നുണ്ട് മനസ്സിലാക്കുക. ഇത് നമ്മൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒന്നും ആകാത്ത നമ്മളാണ്. അപ്പൊ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ മഹബത്ത് തേടിപ്പോകുന്ന ഔലിയാക്കൾ ഇങ്ങനെ പലരും കൂട്ടുകുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയി എന്ന് കേട്ടാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അവരുടെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം അല്ലാഹ് എന്നുള്ള ആ ശക്തിയിലാണ്. അതിന് തടസ്സമാകുന്ന ഒന്നും ഒഴിവാക്കുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ശൈഖ് അവറുകൾ തന്റെ മുരീദുകളോട് പറയുന്ന ആ ഒരു പറച്ചിലാണ് എന്തുള്ളത്, കൂട്ടുകുടുംബങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് നീങ്ങുന്നത്. അവസാനത്തെ വത്തറുക്കുമിനൽ അന്താരിദ എന്നുള്ളത് മഹാന്മാർ ഒരുപാട് വിവരിച്ചിട്ടുണ്ട്.
വളരെ ജാഗ്രതയോടെ ഓരോ മുനിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കള്ള തുരീഖത്തിലോ വ്യാജ ശൈഖന്മാരുടെ അടുത്ത് പോയിട്ട് ബൈഅത്ത് ചെയ്യുന്നതോ വളരെ ശ്രദ്ധിക്കണം, അതിൽ പെട്ടുപോകുന്നു. എന്താണെന്ന് അർത്ഥം പറഞ്ഞത് നീചന്മാരാണ്. മഹാന്മാർ അർത്ഥം പറഞ്ഞു നീചന്മാർ, അൽ മുഅ്തഖിൽ, വളരെ നീചന്മാർ, തമ്മാടികൾ. അവരെന്ന് പറഞ്ഞാൽ മിമ്മൻ ലഹറു അലാ സൂറത്തി ശുയൂഖിൽ കാമിലീൻ, വലിയ കാമിലായ വലിയ പൂർണ്ണരായ മശായിഖന്മാരുടെ കോലത്തിൽ അവർ മുന്നോട്ട് വരും. അവർ ധരിക്കുന്ന പോലത്തെ വലിയ വലിയ തലയെക്കെട്ടുകളും പച്ചശാളുകളും വലിയ ആയിരത്തിന്റെ തസ്ബീഹുമാലകളൊക്കെ അണിഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരും. എന്നാൽ യഥാർത്ഥത്തിൽ അവരെന്തല്ല, ശൈഖല്ല എന്നല്ല, ബൽഹുമുൽ മുദില്ലൂൻ, സമുദായത്തെ പിഴപ്പിക്കുന്നവരാണ്. അല്ലെ, പിഴച്ചവരാണ്, സ്വയം പിഴക്കുകയും മറ്റുള്ള മുഅ്മിനീങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് മഹാനാവുകൾ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അന്താൽ നീച തെമ്മാടികൾ അവരെ ബൈഅത്ത് ചെയ്യുന്നിടത്തോട്ട്, അവരെ പിന്തുടർന്നതോട് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാന്മാര് പറയുന്നുണ്ട്, നമ്മുടെ തഫ്സീർ ജലാലൈനിയുടെ ഹാഷിയയായ തഫ്സീർ സ്വാവി അതിൽ ചില ബൈത്തുകൾ കൊടുത്തിരുന്ന മഹാന്മാർ ഉദ്ധരിക്കും. നീ വിചാരിക്കേണ്ട തസവൂഫ് അല്ലെങ്കിൽ സൂഫി ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനെ വിളിക്കാതെ കീറിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഒരു മൂലക്ക് കുത്തിയിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കണം. എന്നിട്ട് അവർ പാടില്ലേ, തസവൂഫ് എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കേണ്ട വളരെ കടുപ്പമുള്ള പരുഷമായ വസ്ത്രങ്ങള്, അതേപോലെ തന്നെ കീറിയ ദ്രവിച്ചതായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നിങ്ങനെ നീ വിചാരിക്കണ്ട. മുടിയും താടിയും ഒപ്പിക്കാതെ ഇങ്ങനെ ഒരു വലിയൊരു സാമ്യം പോലെ ഇരിക്കുക, അങ്ങനത്തെ ആള് മാത്രമേ സൂഫിയുള്ളൂ എന്ന് നീ മനസ്സിലാക്കണം. സംസ്ഥ കേരള ജമീയത്തുൽ ഉലമയുടെ അല്ലെ സമ്മേളനങ്ങളൊക്കെ സ്റ്റേജിൽ ഒരുപാട് മഹാന്മാർ, മഹാന്മാർ, അവരൊക്കെ കാണുമ്പോൾ വളരെ ഉഷാറാണ്. നല്ല വസ്ത്രം, നല്ല ജുബ്ബ, നല്ല തലയെക്കെട്ടി, നല്ല വാച്ച്, അവര് വരുന്നവർക്ക് നല്ല വാഹനങ്ങളാണ്. അപ്പൊ നീ വിചാരിക്കണ്ട ഇവരൊന്നും ഉണ്ടല്ല, ഇതിൽപ്പെട്ടതല്ല, ഞാൻ അന്വേഷിച്ചിറങ്ങിയ ആളല്ല എന്ന് വിചാരിച്ചിട്ട് നീ ഏതെങ്കിലും നീചന്മാരുടെ അടുത്ത് പോയിട്ട് പെടണ്ട. ഇതിൽ തന്നെ എത്രയോ ഔലിയാക്കളുണ്ടാവും. അപ്പൊ അതൊന്നും ഒരാളെ അളക്കുന്ന അളവ് പോലല്ല വേഷവും അവരുടെ. എന്നിട്ട് മഹാൻ പാടുകയാണ്, കാരണം എത്രയെത്ര ദീപാജ്, ദീപാജ് ഉദ്ദേശിക്കുന്ന പട്ടുവസ്ത്രം, ഇവിടെ പട്ടുവസ്ത്രം ധരിക്കുന്നതല്ല, പിന്നെ നല്ല നല്ല ഉഷാറുള്ള വൃത്തിയുള്ള നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു നടക്കുന്ന എത്ര ആളുകൾ, അവരെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ അവർ ഒന്നുമല്ല, നല്ല നല്ല ചെറുപ്പക്കാർ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവരിങ്ങനെ നടക്കുന്നതാണ്. പക്ഷെ അവരെ ശുഗലാക്കിയിരിക്കുന്നു അലഖിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ഹുബ്ബ് അവരെ തലക്ക് പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അവർ അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന, 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന, മറ്റുള്ള സുന്നത്തുകളൊക്കെ നമ്മളറിയാതെ ജീവിതത്തിൽ പകർത്തുന്ന, സ്വതക്ക സക്കാത്തുകളൊക്കെ കൊടുക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന, സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഇടപെടുന്ന നല്ല നല്ല ചെറുപ്പക്കാരെ കാണാം. ചിലപ്പോൾ അവരായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, ആ പണ്ഡിതന്മാരായിരിക്കും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അതുകൊണ്ട് നീ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അവരുടെ ഉസാഫുകൾ പ്രത്യക്ഷമായ എന്തെങ്കിലും തേടിപ്പോയിട്ട് അങ്ങനെ വിളിക്കാതെ ആരെങ്കിലും വിളിക്കിരിക്കുന്ന ഒരാൾ കണ്ടാൽ അയാളായിരിക്കും വലിയ ശേഷി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടാണ്. പിന്നെ നല്ല സ്വഭാവം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന അങ്ങനത്തെ നിങ്ങളെ കണ്ടാൽ അവരോട് നീ എന്തായിരിക്കും പിന്തുടർന്നു. നമുക്ക് പിന്നെ അധികം ചിന്തിക്കാനില്ല അല്ലെ. അള്ളാഹു തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥ കേരള ജമീയത്തുൽ ഉലമയുടെ മഹത്തായ മഹാന്മാരായ ആളുകൾ അവരാരെ നമ്മളെ പിന്തുടർന്നാലും നമ്മൾ രക്ഷപ്പെടും. നമ്മൾക്ക് ഇനി അതിന്റെ ആ ബൗണ്ടറിയുടെ പുറത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവരോട് ആരെ പോയി നമ്മൾ അവരെ ഹിദ്മത്തെടുത്ത് അവരുടെ ഇഷ്ടം നമ്മൾ കരസ്ഥമാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാം. എത്രയോ ആളുകളുണ്ട്
ഖാദിമീങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ ഇഷ്ടപ്പെട്ട ആളുകൾ. അപ്പൊ അവർക്ക് പല സലാഹുകളും നമുക്ക് കിട്ടും, പല ദിക്റുകളും കിട്ടും, പല ജീവിക്കുന്ന പിന്നെ ഇബാദത്തുകളൊക്കെ നമുക്ക് കിട്ടും. തുരീഖത്തിന്റെ ചില മശായിഖന്മാരുണ്ടാവും, അവരെ ഇവർ കാണിച്ചതും അങ്ങനെ അവർക്ക് എങ്ങനെ കിട്ടിയ ആ തുറുക്കിലേക്ക് നമ്മളെ നയിക്കുന്നു. അത് നമുക്ക് പിന്നെ പുറത്തേക്കൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഈ ബൈത്ത് വിശദീകരിക്കുകയാണ് അടുത്ത ബൈത്ത്. എന്തുകൊണ്ട് മഹാനവറുകൾ ഉമർ വലിയുള്ളാഹിൽ ഖാഹിരി തങ്ങൾ ഇത്രയും പരുഷമായ ഭാഷയിൽ പറയാനുള്ള കാരണം? എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഫലാബുദ്ധരി ത്വാലിബുൽ ഖലാസി, രക്ഷ തേടി പോകുന്ന, അതായത് ആഖിറത്തിൽ രക്ഷപ്പെടണം, അള്ളാഹിന്റെ ഇഷ്ടം കരസ്ഥമാക്കണം എന്ന് തേടി പോകുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഷേഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നുണ്ടല്ലോ, അവരുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം. എവിടെങ്കിലും ഫോട്ടോത്തിലോ വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾ ഓടിപ്പോകാറില്ല. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഓടിച്ചിട്ട് ഒരു ഷേഖ് വരുന്നുണ്ട് രാത്രി 12 മണിക്ക് ഇന്ന റൂമിൽ തന്നെ ഓടിപ്പോകാറില്ല. ആദ്യം അവരെ കുറിച്ച് എന്താക്കണം, പഠിക്കണം. അവന് ഇതിനൊക്കെ യോഗ്യനായ ഒരു മനുഷ്യനാണെങ്കിൽ അവനെ പിൻപറ്റിക്കും. അവൻ തന്നെ വലാലത്തിലാണ് ജീവിക്കുന്നുവെങ്കിൽ തറക്കവും അവനെ ഉപേക്ഷിച്ചു. മാത്രമല്ല മഹാന്മാർ പറയുന്നു, തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പൂർണ്ണമായി പകർത്താത്ത ഏതെങ്കിലും ശേഖനെ നീ കണ്ടാൽ അവനെ തുടരാൻ നിനക്ക് ജായിസല്ല. അവന്റെ ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് കറാമത്തുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താത്ത ഒറ്റൊരു ആളും എന്തല്ല, ഷെയ്ഖല്ല. അത്ര നമ്മളെ മധുബൻ നബിയാണ് വിളിക്കുന്നത്. അതിന്റെ ഷർഹിൽ പറയാം, അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ടൊന്നുമില്ല ഒറ്റ ഷെയ്ഖായിട്ടില്ല, ഒരു വലിയായിട്ടില്ല. അപ്പൊ അങ്ങനെ കാണുന്ന പല കറാമത്തുള്ള ബന്ധിയാണ് അത് ശൈത്താനിയായ പല മാജിക്കുകളാണ്, കണ്ടിട്ടുള്ളതാണ്. ശൈത്താൻ അവർ കൊടുക്കുന്ന പിന്നെ കഴിവുകളാണ്. ഇനി അടുത്ത വൈദ്യത്തിലേക്ക് പറയാം. അപ്പൊ ഇതിന്റെ വിശദീകരണമാണ് എന്തുകൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ ഇത്രയും പരുഷമായ ഭാഷയിൽ സംസാരിച്ചു ഇവരെ കുറിച്ച്. കാരണം قوم بالآراء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. റാഹിൽ തുടങ്ങുന്ന വ്യക്തി ആ വാക്കുകളൊക്കെ എന്താണ് അണിയൊപ്പിച്ച വളരെ രസമുള്ള രീതിയിലാണ്. കാരണം ഞാനിങ്ങനെ പറയാനുള്ള കാരണം റബ്ബ് റബ്ബിൻ എത്രയെത്ര റബ്ബുകളാണ്, എത്രയെത്ര ആ റബ്ബുകൾ ഉദ്ദേശിക്കുന്നതല്ല അള്ളാഹുവിനെ കുറിച്ചല്ല, പിന്നെ മുറബ്ബിയായ ഷെയ്ഖ് എന്ന് അവകാശപ്പെടുന്ന എത്രയെത്ര ആളുകളാണ്. അതായത് റബ്ബ ശഖ്സിൻ ളഹറ അലാ സൂറത്തിൽ മുറബ്ബി എന്നാണ് മഹാന്മാർ തന്നെ അർത്ഥം കൊടുക്കുന്നത്. ഒരു മുറബ്ബിയായ ഷെയ്ഖിന്റെ കോലത്തിൽ അവതരിച്ച് അവിടെ ഇരിക്കുന്ന എത്രയെത്ര ഷെയ്ഖന്മാരാണ്, മുറബ്ബിയായ ഷെയ്ഖന്മാരാണ് എന്ന് അവകാശപ്പെടുന്നവർ. അവരുടെ അവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ റബ്ബഹു, യഥാർത്ഥത്തിൽ അവന്റെ റബ്ബിനെ പോലും ലം യഅരിഫൻ, അവൻ അറിഞ്ഞിട്ടില്ല. അവന്റെ റബ്ബിനെ പോലും അവൻ അറിഞ്ഞിട്ടില്ല. റബ്ബിലുള്ള മഅരിഫത്തൊന്നും ഇല്ലാത്ത ഒരു നീചനായ ഒരു മനുഷ്യൻ എവിടെ നിന്ന് കയറി വന്ന കോലം കെട്ടി വന്ന ആൾക്കാരാണ്. അവൻ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വലം യറുബ് റബീബഹു, റബീബ് ഉദ്ദേശിക്കുന്ന അവന്റെ മുരീദായിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ തർബിയത്ത് തേടിയിട്ട് പോകുന്ന ആൾക്കാർ, നന്നാവണം, ദിക്ർ തേടണം, അങ്ങനെ മഹാന്മാരാകണം, അങ്ങനെ ആഗ്രഹിച്ച് തേടി പോകുന്ന ആൾക്കാർ അവന്റെ അടുത്ത്, അവനെ ഇവൻ തർബിയത്ത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ലാക്കിൻ അദല്ലൽ ഖൗമ, ഖൗമിനെ അവൻ നശിപ്പിക്കുകയും ചെയ്തു.
ബിൽ ആറായി, അവന്റെ സ്വന്തമായ ചില അഭിപ്രായങ്ങളും സ്വന്തമായ ചില കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞിട്ട് അവരെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും അവൻ എന്താക്കി തെറ്റിച്ചിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. റാൽ എന്ന് പറഞ്ഞാൽ മാവിയായ ഫിഅലാണ്. റാല എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഉമിനീരിനാണെന്ന് പറയുന്നത് റാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം മഹാന്മാർ പറയുന്നു, അത്രയും നിന്ദ്യമായ, എല്ലാവരും കാണുമ്പോൾ പെട്ടെന്നല്ല തുടച്ചോളൂ, കാരണം നിന്ദ്യമായ ഒരാളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. ആ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗന്ധമുള്ള ആ എല്ലാവർക്കും വെറുപ്പായി തോന്നുന്ന ഉമിനീരിന്റെ തുല്യമായ വാക്കുകളാണ് ഈ ഞങ്ങൾ പറയുന്നത്. അത്രയും നീചമായ നികൃഷ്ടമായ ചില തത്വങ്ങളാണ് ഇവർ അവതരിപ്പിക്കാറുള്ളത്. ആരോട്? നന്നാവാൻ വേണ്ടി പോകുന്ന, തർബിയത്ത് തേടി പോകുന്ന ആളുകളോട് ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ ചങ്ങായിക്ക് തന്നെ അള്ളാൻ അറിയില്ല. ഈ ശൈഖ് എന്ന് അവകാശപ്പെടുന്ന ആള് ലം യഅരിഫൻ റബ്ബഹു ലം യഅരിഫൻ, അവന്റെ റബ്ബിനെ തന്നെ ഇവൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എപ്പോഴും ഒരു ശൈഖിന് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണെന്ന് നാത്തല്ല, ഒരു അങ്ങനത്തെ ആളെ ഒരു മുറബിയായ ശൈഖാവും അള്ളാഹുവിനുള്ള മഅരിഫത്ത് ഉണ്ടാവണം. ഇതൊരു കുറച്ച് കടുപ്പമുള്ളൊരു ഭാഗമായതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ലളിതമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത് അതുപോലെ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. മഹാന്മാർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ശൈഖിന് ഉണ്ടാവേണ്ട അവസ്ഥകൾ. ഒന്ന്, മുറബിയായ ശൈഖ് എന്ന് പറഞ്ഞാൽ അവരുടെ ഖൽബിൽ അള്ളാഹു ഒരു നൂറ് ഇട്ടുകൊടുക്കുന്നു. ഇന്നമാ തഹ്സുലു, അവർക്ക് ഇതിനുള്ള ഒരു കഴിവുണ്ടാകുന്നത്, അത് മറ്റുള്ളവരെ തർബിയത്ത് ചെയ്യാനുള്ള ഒരു കഴിവ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരത്തിൽ പറയുന്ന ഒരു വിഷയം, ശൈഖ് 2 തരമുണ്ട്. ഒന്ന് തബറുക്കിന്റെ ശൈഖ്, മറ്റൊന്ന് മുറബിയായ ശൈഖ്. തബറുക്കിന്റെ ശൈഖ് എന്ന് പറഞ്ഞാൽ അവരും എല്ലാവരും മുറബിയാണെന്ന്. തബറുക്ക് എന്ന് പറഞ്ഞാൽ ചില ദിക്റുകള്, ചില ഔറാദുകളൊക്കെ അവരെ സമീപിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന, അതിന് ഇജാദത്ത് കിട്ടിയ ശൈഖന്മാർ. എന്നാൽ അവരൊക്കെ എന്താവണമെന്നില്ല, മുറബിയായ ശൈഖാണെന്നില്ല. അത് അതിനേക്കാളും ദറജ കൂടിയ അള്ളാഹുവിന്റെ മഅരിഫത്തൊക്കെ ലഭിച്ച മഹാൻ